2026 ബജറ്റ് അവതരണം പൂർത്തിയാകുമ്പോൾ അങ്ങനെ കൂടുതൽ ജനകീയമായ അല്ലെങ്കിൽ വലിയ തോതിൽ ആളുകളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലോ അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്ന തരത്തിലോ ഉള്ള പ്രഖ്യാപനങ്ങൾ ഇല്ല എന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. ഇനി ബജറ്റിന്റെ കോപ്പി ലഭ്യമാകുമ്പോൾ ആയിരിക്കും ഇത് സംബന്ധിച്ചൊരു പൂർണ്ണ രൂപം വ്യക്തമാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും കേരളത്തിന്റെ ആവശ്യങ്ങളോട് അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് ഇത്തവണയും കേന്ദ്രം സ്വീകരിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കേരളം അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നതാണ് എങ്കിൽ 7 കോറിഡോറുകൾ ആണ് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ എവിടെയും തന്നെ കേരളം ഇടം പിടിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ആയിരുന്ന എയിംസ്, ഇത്തവണയും കേരളത്തിന് എയിംസ് അനുവദിച്ചേക്കാം എന്ന തരത്തിൽ പ്രതീക്ഷകളുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള പ്രഖ്യാപനവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ കാര്യമായ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ കേരളത്തിന് പ്രത്യക്ഷമായി ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നികുതി ഘടന കൂടുതൽ സുഗമമാക്കും, ലഘൂകരിക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കൃത്യമായി പ്രേക്ഷകരോട് പറയാനുള്ളത്. ഒട്ടേറെ പ്രഖ്യാപനങ്ങളുണ്ട്. നേരത്തെ നമ്മൾ ഈ ബജറ്റ് അവതരണത്തിന് മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും പേരുകൾ എടുത്തു പറയുന്ന ഒരു രീതിയില്ല. അതിനപ്പുറത്ത് ഓരോ പദ്ധതികളിലും ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെ, പ്രദേശങ്ങൾ ഏതൊക്കെ എന്ന നിലയിൽ ആണ് പ്രധാനമായും പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളത്. ഇപ്പോൾ 3 പുതിയ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എയിംസ് മാതൃകയിൽ ആരംഭിക്കും എന്ന പ്രഖ്യാപനമുണ്ട്. ഉയർന്ന നിലവാരമുള്ള സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ഗവേഷണത്തിനുമായി സംരംഭങ്ങൾ തുടങ്ങും എന്ന പ്രഖ്യാപനം ഉണ്ട്. മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ ഒരു വ്യക്തിക്ക് അനുവദിക്കുന്ന ഏതൊരു പലിശയും ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കും എന്ന നിലയിലുള്ള ഈ നികുതി ഘടനയിൽ അല്ലെങ്കിൽ ആദായ നികുതിയിൽ ചില പ്രത്യേകതകളും പ്രഖ്യാപനങ്ങളും ഉണ്ട്. അതിൻ്റെ പൂർണ്ണമായ രൂപം പുറത്തു വരേണ്ടതുണ്ട്. അതിവേഗ റെയിൽപാത പരിശോധിക്കുമ്പോൾ മുംബൈ മുതൽ പൂനെ വരെ, പൂനെ മുതൽ ഹൈദരാബാദ് വരെ, ഹൈദരാബാദ് മുതൽ ബാംഗ്ലൂരു വരെ, ഹൈദരാബാദ് ടു ചെന്നൈ, ചെന്നൈ ടു ബാംഗ്ലൂരു, ഡൽഹി ടു വാരണാസി, വാരണാസി മുതൽ സിലിഗുരി വരെ ഉള്ള പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ കേരളത്തിൻ്റെ അതിവേഗ റെയിൽ എന്ന ആവശ്യത്തോട് കേന്ദ്രം മുഖം തിരിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം മാറുന്ന കാലത്തിന് അനുസരിച്ച് ഇലക്ട്രോണിക്സ് മേഖലയിൽ വലിയ തോതിലുള്ള നിക്ഷേപ സാധ്യതകൾ തുറന്നിടുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക വർഷത്തിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിനുള്ള വിഹിതം 40,000 കോടി രൂപയായി ഉയർത്തും എന്ന് പറയുമ്പോൾ അത് കൃത്യമായും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് അമേരിക്കയുടെ തീരുവ യുദ്ധം, അതിനുള്ള മറുപടി കൂടി എന്ന നിലയിൽ AI രംഗത്ത്, ടെക്നോളജി രംഗത്ത് കൂടുതൽ ഇന്ത്യ പ്രാധാന്യം നൽകുന്നു എന്ന് വേണം നമുക്ക് പരിശോധിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ. 2030 ആകുമ്പോഴേക്കും ഇന്ത്യൻ കശുവണ്ടിയും കൊക്കോയും മുൻനിര ആഗോള ബ്രാൻഡുകൾ ആക്കി മാറ്റുമെന്ന പ്രഖ്യാപനമുണ്ട്. അതൊരു പരിധിവരെ കേരളത്തെ കൂടി സ്പർശിച്ചു പോകുന്ന ഒരു പ്രഖ്യാപനം ആയി നമുക്ക് വിലയിരുത്തേണ്ടതായി വരും. മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ കാണുന്നുണ്ട്. 5 പ്രാദേശിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കും എന്നതാണ് അതിൽ പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടത്. അങ്ങനെ മെഡിക്കൽ ടൂറിസം പദ്ധതി പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ 4 സംസ്ഥാനങ്ങളിൽ അപൂർവ ധാതു ഇടനാഴി സ്ഥാപിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ കേരളത്തിൻ്റെ പേരുകൂടി ഉണ്ട് എന്നത് തന്നെയാണ്. കരിമണൽ പോലെയുള്ള ധാതു ഇടനാഴിയാണോ ഇതിൽ ഉൾപ്പെടുക എന്നത് അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാകും. സെമി കണ്ടക്ടർ മിഷന് 40,000 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. കേരളത്തെ ചേർത്തുകൊണ്ടുള്ള റയർ എർത്ത് കോറിഡോർ എന്ന ആവശ്യത്തിന് അനുകൂലമാകുന്ന ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് തീർച്ചയായും കേരളത്തിന് വലിയ സാധ്യതകൾ തുറന്നിടുന്ന ഇടനാഴിയായി തന്നെ മനസ്സിലാക്കേണ്ടതായി വരും ഇപ്പോഴത്തെ ഘട്ടത്തിൽ. അങ്ങനെയെങ്കിൽ അത് കേരളത്തിന് ഗുണകരമാകും എന്നതിൽ തർക്കമില്ല. അങ്ങനെ ധാതു സമ്പത്ത് കൂടുതൽ എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ബജറ്റിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ഉൾക്കൊള്ളേണ്ടത്. കേരളം, തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ആണ് അപൂർവ ഭൗമ മൂലകങ്ങളുടെ ഗവേഷണവും ഖനനവും സംസ്കരണവും നടത്തുക എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് കരിമണൽ അതിൻ്റെ ഭാഗമാകുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന് വലിയ വികസന കുതിപ്പിന് സാധ്യതയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ബജറ്റിൻ്റെ കോപ്പി ലഭ്യമാകേണ്ടതുണ്ട്. ഒപ്പം കേരളത്തിൽ നിന്നുള്ള MPമാർക്കടക്കം അതിൽ കൂടുതൽ വ്യക്തത വരുത്താനും സാധിക്കുന്ന ഒന്നാണ്. എന്തായാലും ബജറ്റ് അവസാനിക്കുമ്പോൾ ഈ നിലയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, എന്തൊക്കെയാണ് ഓരോ പദ്ധതികളുടെയും വിഹിതം
ഏതൊക്കെ പദ്ധതികളിൽ കേരളം ഉൾപ്പെടുന്നു എന്നത് പൂർണ്ണമായും നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുക ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും കേരളം ആവശ്യപ്പെട്ട 1-2 കാര്യങ്ങൾ, അതിലിപ്പോൾ റെയർ എർത്ത് കോറിഡോർ ഒക്കെ ഉൾപ്പെടുന്നു. എങ്കിൽ പോലും അതിവേഗ റെയിൽ, വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾ, കേരളത്തിൻ്റെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, ഇതൊക്കെ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എവിടെയും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതുവരെ കേട്ടതിൽ നിന്ന് നമുക്ക് ചുരുക്കി പറയാവുന്ന ഒന്ന്, വരുന്ന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായ ബംഗാളിനും അതോടൊപ്പം തന്നെ തമിഴ്നാടിനുമൊക്കെ ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് കടലാമ പരിചരണ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ബംഗാളിനായാലും തമിഴ്നാടിനായാലും വലിയ പദ്ധതികൾ അവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന് ആശ്വാസകരമായ അത്തരം പദ്ധതികളൊന്നും തന്നെ ഉൾപ്പെട്ടിട്ടില്ല. എയിംസ് വരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നതാണ് ഇവിടെ. അതിനെ എയിംസ് വരുന്നില്ല, വല്ലാതെ വൈകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ അതിനെ മോശപ്പെട്ട രീതിയിലടക്കം കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂർ എംപിയും ശ്രീ സുരേഷ് ഗോപി അടക്കം സംസാരിച്ചാണ്. പക്ഷേ എയിംസ് സംബന്ധിച്ചും കേരളത്തിന് പ്രഖ്യാപനങ്ങളൊന്നുമില്ല. അപൂർവ ധാതു മണൽ, കേരളത്തിൻ്റെ റെയർ എർത്തിനെ സംബന്ധിച്ച് കേരളവും ഒറീസയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇതുള്ളത്, ധാരാളമായുള്ളത്. അതിനെ സംബന്ധിച്ച് അതിന് വേണ്ടിയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കടലാമ പരിചരണത്തിന് വേണ്ടി കേരളത്തിൻ്റെ കടൽ തീരത്ത് കേന്ദ്രീകരിച്ച് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും 7 ഹൈസ്പീഡ് റെയിൽ കോറിഡോറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് മുംബൈ പൂനെ, ഹൈദരാബാദ് ബാംഗ്ലൂരു, ഡൽഹി വാരണാസി, വാരണാസി സിലിഗുരി, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബാംഗ്ലൂരു. തമിഴ്നാട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും 2 ഹൈസ്പീഡ് കോറിഡോറുകൾ പോകുന്നു. അത് രണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിലിഗുരിയിലേക്ക്, വാരണാസിയിൽ നിന്ന് സിലിഗുരിയിലേക്ക്, UP-യിൽ നിന്ന് ബംഗാളിനെ സംബന്ധിച്ചും ഇത് നേട്ടം തന്നെയാണ്. പക്ഷേ കേരളം ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തത്തിൽ പഠനം നടത്തി ശ്രീധരൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് കേരളം വലുതായി പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. എന്തായാലും 7 ഹൈസ്പീഡ് കോറിഡോറുകൾ ഉൾപ്പെടുമ്പോൾ കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യമായ കേന്ദ്ര സർക്കാരിന് മുന്നിൽ പലതവണ എത്തിയ ഈ പദ്ധതി ഉൾപ്പെട്ടിട്ടില്ല. മറ്റൊന്ന് എയിംസിൻ്റെ പ്രഖ്യാപനം. ഇത്തവണയെങ്കിലും എയിംസിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും, കേരളത്തിലെ എയിംസ് യാഥാർത്ഥ്യമാകും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനവും എവിടെയും ഉണ്ടായിട്ടില്ല. മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്കെല്ലാം എയിംസ് പ്രാവർത്തികമായപ്പോൾ കേരളം ഇപ്പോഴും അതൊരു സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷമായി കേരളം ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പദ്ധതികളുണ്ട്. റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി അടക്കമുള്ള പദ്ധതികളുണ്ടായിരുന്നു. അതിന് എന്തായാലും ഇത്തവണ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് കേരളം വലിയ പ്രതീക്ഷ വെച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് അദാനി പോർട്ടിന്റെ